ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആദിക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നിത്യ. ഇതിനിടയിൽ സുജാതയും ജ്യോതിയും ഒക്കെ എന്താ വരാത്തത് എന്ന് ആദി നിത്യയോട് ചോദിക്കുന്നു. അയാൾ ചീത്തയാ, അയാൾ എല്ലാവരെയും തല്ലിക്കൊല്ലുമെന്നാ പറയുന്നത് എന്നൊക്കെ ആദി പറയുന്നു. അയാൾ എങ്ങോട്ട് വരുമോ എന്ന് ചോദിക്കുമ്പോൾ നിത്യ പറയുന്നു, ഇല്ല മോനെ, ഒരിക്കലും വരില്ല. ഇതേ സമയത്ത് സുജാതയും ജ്യോതിയും ശരവണനും അവിടെ എത്തി. അമ്മയെ കണ്ടപ്പോഴാണ് നിത്യയ്ക്ക് സന്തോഷമാകുന്നത്. സങ്കടം കൊണ്ട് പെട്ടെന്ന് പൊട്ടിക്കരയുകയാണ് നിത്യ. അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നു. അതുപോലെ സുജാതയും കരയുന്നുണ്ട്. ആദിക്കും സന്തോഷമാകുന്നു. എന്നോട് പിണങ്ങിയല്ലേ, എന്നെ വിട്ട് പോയല്ലേ എന്നെ നിത്യ പറയുമ്പോൾ അത് വേദനിച്ചിട്ട് തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് അനുസരിക്കാതിരുന്നാൽ ഞാൻ എന്താ ചെയ്യുന്നത് എന്ന് സുജാത പറയുന്നു. അമ്മയില്ലാത്ത സമയം ഞാൻ എങ്ങനെയാ തള്ളി നീക്കിയെന്ന് എനിക്ക് അറിയാവൂ. ഇനി ഞാൻ എന്ത് വേണമെങ്കിലും അനുസരിക്കാം എന്ന് നിത്യ പറയുമ്പോൾ സുജാത പറയുന്നു, നീ നിന്റെ വാക്ക് പാലിക്കുകയാണെങ്കിൽ അമ്മ നിന്റെ കൂടെ ഉണ്ടാകും. അമ്മ പറയുന്നത് നിന്റെ ഭാവിക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്നു. അമ്മയെ ഞാൻ അനുസരിക്കാം. അമ്മ പറയുന്ന വിവാഹത്തിന് ഞാൻ സമ്മതിക്കാം. എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു പരീക്ഷണം കൂടി ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി ആയിക്കോട്ടെ. ഇത് ഞാൻ അമ്മയ്ക്ക് തരുന്ന വാക്കാ എന്ന് പറഞ്ഞ് സുജാതയുടെ കയ്യിൽ തൊട്ട് സത്യം ചെയ്യുകയായിരുന്നു നിത്യ. അപ്പോഴാണ് പെട്ടെന്ന് കൈ വേദന കൊണ്ട് പിന്നിലേക്ക് സുജാത വലിക്കുന്നത്. ഇതിനാണ് ഹോസ്പിറ്റലിലേക്ക് പോയത് അല്ലേ? എന്തിനാ അമ്മേ ദേഹം പൊള്ളിച്ചത്? മനസ്സ് പൊള്ളിയും മരവിച്ചിരിക്കുന്ന സമയത്ത് ഇതും കൂടി വേണോ അമ്മേ എന്ന് നിത്യ പറയുമ്പോൾ ജ്യോതിയെ സുജാത അരികിലേക്ക് വിളിച്ചു. ഞാൻ പ്രസവിച്ചതാ ഇവളുടെ ഉള്ളിൽ പോലും ചെറുതായി ഒരു പരാതി ഉണ്ടാകും. ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കണ്ടിട്ട്. അമ്മയോട് ജീവിക്കാനുള്ള സന്തോഷം തന്നെ നീയാണ്, പ്രതീക്ഷകളും നീയാണ് എന്നൊക്കെ സുജാത പറയുന്നുണ്ട്. ഈ സമയം ശരവണൻ ആദ്യ അപ്പുറത്തേക്ക് മാറ്റി നിർത്തിയിരുന്നു. എന്നിട്ട് ശരവണൻ അവരുടെ അടുത്തേക്ക് വന്നു. അത്രയ്ക്ക് പ്രിയപ്പെട്ടവളായി പോയി നീ എന്നൊക്കെ സുജാത പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് നിത്യ സുജാതയെ കെട്ടിപ്പിടിക്കുന്നു. ശരവണൻ പറയുന്നു, അമ്മ ഞാൻ പറഞ്ഞവർ കുറച്ച് കഴിയുമ്പോൾ വരും. അമ്മ പെട്ടെന്ന് തന്നെ റെഡിയാകണം. ചേച്ചിയെ പെണ്ണ് കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട് എന്ന് ജ്യോതി പറയുന്നുണ്ട് നിത്യയോട്. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ എല്ലാം ഉറപ്പിക്കണമെന്നും സുജാത പറയുന്നു. എത്രയും പെട്ടെന്ന് ഇത് നടക്കണമെന്നും പറയുന്നുണ്ട്. മോള് പെട്ടെന്ന് റെഡിയാവൂ. നിന്റെ ജീവിതത്തിൽ നിന്നും ഒരു കെട്ടകാലം അമ്മ തുടച്ചു മാറ്റാൻ പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും വേണ്ടി മോള് സമ്മതിച്ചേ പറ്റൂ എന്നും സുജാത പറയുന്നു. അമ്മയ്ക്ക് വാക്ക് കൊടുത്തത് കൊണ്ട് തന്നെ നിത്യയ്ക്ക് എന്ത് പറയണം എന്നറിയില്ല. നിത്യ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. ഇതേ സമയം ഹരിയെ കാണിക്കുന്നുണ്ട്. ഹരി വെജിറ്റബിൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം പെട്ടെന്ന് ഹരിയുടെ കൈ മുറിയുന്നുണ്ട്. ഹരിയേട്ട എന്ന് പറഞ്ഞ് ജ്യോതി എവിടേക്ക് വരുന്നു. ജ്യോതിയോ, നിങ്ങൾ എപ്പോൾ എത്തിയെന്ന് ഹരി ചോദിക്കുമ്പോൾ കുറച്ചു നേരമായെന്ന് ജ്യോതി. എന്ത് പണിയായി കാണിച്ചത്? ടീച്ചർക്ക് എന്തുമാത്രം സങ്കടമായെന്ന് അറിയാമോ? കരഞ്ഞ് എന്തെങ്കിലും പറ്റി പോവുമെന്ന് വരെ ഞാൻ പേടിച്ചു. ജ്യോതി പറയുന്നു, ഹരിയേട്ടന് വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാലോ. അമ്മ എടുക്കുന്ന തീരുമാനത്തിന് ഞങ്ങൾ എതിര് പറയാറില്ല. ചേച്ചിയുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് അമ്മ ഇതൊക്കെ ചെയ്യുന്നത്. ഹരിയേട്ടൻ ഇപ്പോൾ പുറത്തെങ്ങാനും പോകുന്നുണ്ടോ എന്ന് ജ്യോതി ചോദിക്കുന്നു. പോകുന്നുണ്ടെങ്കിൽ ജംഗ്ഷനിലെ ബേക്കറിയിൽ നിന്നും എന്തെങ്കിലും പലഹാരം വാങ്ങിക്കാമോ എന്ന് ജ്യോതി ചോദിക്കുന്നു. ശരവണേട്ടൻ പോയി വരുമ്പോൾ നേരം ഒരുപാടാകുമെന്ന് പറയുമ്പോൾ എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന് ഹരി ചോദിക്കുന്നു. ഉണ്ട്, ഇന്നെൻ്റെ ചേച്ചിയെ പെണ്ണ് കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ടെന്ന് ജ്യോതി. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ഹരി. ഹരിയുടെ കയ്യിൽ നിന്നും കത്തി താഴെ വീഴുന്നു. അത് ജ്യോതി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ചേച്ചി കല്യാണത്തിന് സമ്മതിച്ചപ്പോൾ അമ്മ പിന്നെ വേറെ ഒന്നും ആലോചിച്ചിട്ടില്ല. ഇന്ന് വരുന്നവർ കൊള്ളാമെങ്കിൽ ഇന്ന് തന്നെ കല്യാണം ഉറപ്പിക്കുമെന്നും ജ്യോതി പറയുന്നു. ഹരിയേട്ടൻ വാങ്ങിക്കൊണ്ട് വരുമല്ലോ അല്ലേ എന്നൊക്കെ സന്തോഷത്തോടെ ജ്യോതി പറയുമ്പോൾ ആകെ ഷോക്കിലായിരുന്നു ഹരി. കൊണ്ടുവരാമെന്ന് പറയുന്നു. അവർ വരുമ്പോഴേ ഹരിയേട്ടനും കൂടി ഒന്ന് വരണം കേട്ടോ. ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ജ്യോതി പോകുന്നു. ഇപ്പോൾ നിത്യയെക്കുറിച്ച് ഓർത്ത് നിൽക്കുകയാണ് ഹരി. ഈ സമയം അമ്മാവന് അതുവഴി വന്നു. ഹരിയുടെ വിഷമം കണ്ടിട്ട് ചോദിക്കുന്നു, എന്താ മോനെ നീ ഇങ്ങനെ നിൽക്കുന്നത്? സമാധാനമായല്ലോ. ഒരു കാര്യം നേരെ ചെയ്യാൻ പറഞ്ഞാൽ സമയമില്ല, അങ്ങോട്ട് ചെയ്യത്തുമില്ല എന്ന് ഹരി പറയുമ്പോൾ എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് അമ്മാവൻ ചോദിക്കുന്നു. എന്ത് പറഞ്ഞിട്ടെന്താ, കൈവിട്ട് പോയില്ലേ? ഇനി ഓരോന്ന് പറഞ്ഞ് എൻ്റെ പിന്നാലെ വന്നു പോകരുത് എന്നൊക്കെ വളരെ സങ്കടം നിറഞ്ഞ വാക്കുകൾ ഇങ്ങനെ പറയുകയാണ് ഹരി. എന്നിട്ട് ഹരി അവിടെ നിന്ന് പോകുന്നു. എന്നാലും ഇവൻ എന്താ ഈ പറയുന്നത്? എന്താ ഇങ്ങനെ, എന്ത് പറ്റി എന്ന അമ്മാവൻ. ഇനിയിപ്പോൾ പച്ചക്കറി വല്ല ഇവനെ എടുത്ത് കടിച്ചാ? പാവം എൻ്റെ ലൈഷോ, എന്താ പറ്റിയത്? പോവാം എന്നൊക്കെ ഇങ്ങനെ അമ്മാവൻ. തുടർന്ന് ശരവണൻ വീടൊക്കെ വൃത്തിയാക്കി വെക്കുകയാണ്. സുജാത ശരവണനോട് പറയുന്നു, ശരവണ വേഗം ആകട്ടെ, അവർ വരാൻ സമയമായി. അമ്മ ഒരു കാര്യം പറയട്ടെ, ആ പയ്യൻ വീട്ടുകാർ വരുമ്പോൾ ആദ്യം ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ആദ്യം നിത്യവേ അമ്മ എന്നല്ലേ വിളിക്കുന്നത്? അവർ പുറത്തുനിന്ന് വരുന്നവരല്ലേ, അങ്ങനെ എന്തെങ്കിലും സംസാരിച്ചാൽ അവരെന്തെങ്കിലും വിചാരിക്കില്ല എന്നൊക്കെ ശരവണൻ തമിഴിൽ പറയുന്നുണ്ട്. അത് കുഴപ്പമില്ല, എത്രയോ കുട്ടികൾ അടുത്തുള്ളവരെ അമ്മ എന്ന് വിളിക്കുന്നുണ്ട്.
സ്വന്തമായവരെ എനിക്കറിയാം, അതൊരു ശീലം കൊണ്ട് വരുന്നതല്ലേ. എനിക്ക് ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ, നിത്യയുടെ മനസ്സ് മാറാതിരിക്കണം എന്നൊക്കെ സുജാത പറയുന്നു. ഇതേ സമയം ഹരി എവിടേക്ക് വരുന്നുണ്ട്. ആന്റി, ജ്യോതി പറഞ്ഞു പത്മ ടീച്ചറെ പെണ്ണ് കാണാൻ ഒരാൾ വരുന്നെന്ന്. സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ സുജാത പറയുന്നു, അതേ മോനെ, നല്ല പയ്യനാണ്, കുടുംബവും നല്ലതാണ്. എനിക്ക് നേരിട്ട് അറിയില്ല, പറഞ്ഞു കേട്ട അറിവാണ്. പത്മ ടീച്ചർ വിവാഹത്തിന് സമ്മതിച്ചോ എന്ന് ഹരി ചോദിക്കുന്നു. സമ്മതിപ്പിച്ചു. ഒരുപാട് പറയേണ്ടി വരും. എന്തിന്? ആദ്യമായിട്ട് എനിക്ക് അവളോട് മോശമായി സംസാരിക്കേണ്ടി വരെ വന്നു. ഹരി ചോദിക്കുന്നു, അല്ല, ഇത്ര പെട്ടെന്ന് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? അല്ല, പത്മ ടീച്ചറിന്റെ മനസ്സ് ഒന്ന് പാകപ്പെട്ടിട്ട് എന്ന് ഹരി പറയുമ്പോൾ സുജാത പറയുന്നു, പാകപ്പെടുത്താനൊന്നും സമയമില്ല ഹരി, എത്രയും പെട്ടെന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഇത് നടത്തണം. ഇപ്പൊ തന്നെ ഒരുപാട് വൈകിപ്പോയി. പത്മ ടീച്ചർ എവിടെയെന്ന് ഹരി ചോദിക്കുമ്പോൾ അവൾ അകത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് സുജാത. ഞാനൊന്ന് കാണുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ഹരി. എന്ത് കുഴപ്പം? നമ്മൾ ഒരു വീട്ടുകാരല്ലേ, മാത്രമല്ല നിങ്ങളിപ്പോ നല്ല ഫ്രണ്ട്സ് അല്ലേ. ഹരി പോയി കണ്ടോളൂ എന്ന് സുജാത. വിവാഹത്തെക്കുറിച്ച് എന്തെങ്കിലും സംസാരം നിങ്ങൾ തമ്മിൽ ഉണ്ടാവുകയാണെങ്കിൽ ഹരിയും കൂടി അവളെ ഒന്ന് നിർബന്ധിക്കണം. മോളുടെ മനസ്സ് എപ്പോ കൈവിട്ടു പോകുമെന്ന് അറിയില്ലല്ലോ, മോൻ പറഞ്ഞാൽ അവള് കേൾക്കും എന്നും ഹരിയോട് പറയുകയാണ് സുജാത. ശരി ആന്റി എന്ന് പറഞ്ഞ് വളരെ സങ്കടത്തോടെ ഹരി നിത്യയുടെ അരികിലേക്ക് പോകുന്നു. ജ്യോതി ഇപ്പോൾ നിത്യയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹരി അവിടേക്ക് വന്നു. ചേച്ചി പെണ്ണ് കാണലിന്റെ കുറച്ച് ടെൻഷനിലാണ്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു സമ്മർദ്ദം കുറച്ച് വിട്ടേക്ക്, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് ജ്യോതി അവിടെ നിന്ന് പോകുന്നു. സങ്കടത്തോടെ ഹരിയെ നോക്കുകയാണ് നിത്യ. ഇതുപോലെ നിത്യയെ ഹരിയും നോക്കുന്നു. എന്നിട്ട് ഹരി നിത്യയുടെ അരികിലേക്ക് വന്നു. എന്നിട്ട് പറയുന്നുണ്ട്, സുന്ദരിയായിട്ടുണ്ട്. ഹരി എന്തെങ്കിലും പറഞ്ഞോ എന്ന് നിത്യ എടുത്ത് ചോദിക്കുന്നു. ഇഷ്ടത്തോടു കൂടിയാണോ ടീച്ചർ ഈ കല്യാണത്തിന് സമ്മതിച്ചത് എന്ന് ഹരി ചോദിക്കുമ്പോൾ നിത്യ പറയുന്നുണ്ട്, അമ്മയുടെ ഇഷ്ടം എൻ്റെ ഇഷ്ടം. എനിക്ക് പരിചയമുള്ള പത്മ ടീച്ചർ ഒരു ഉറച്ച വ്യക്തിത്വമുള്ള ആളാണ്. എൻ്റെ തീരുമാനവും സൂക്ഷിച്ചെടുക്കുന്ന ആളാണ്. വിവാഹത്തിൻ്റെ കാര്യം എപ്പോഴും അങ്ങനെയാണ്. ചുറ്റുമുള്ളവർ പല രീതിയിലും നമ്മളെ നിർബന്ധിക്കും. പക്ഷേ വിവാഹം കഴിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ ചുറ്റുമുള്ള ആരും നമ്മുടെ കൂടെ ഉണ്ടാകില്ല എന്നൊക്കെ ഹരി പറയുന്നുണ്ട് നിത്യയോട്. അതുകൊണ്ട് മനസ്സുറപ്പിച്ച് ആലോചിക്കണം, ഇതൊരു നല്ല തീരുമാനമാണോ എന്ന്. ജ്യോതി അവിടേക്ക് വരുന്നു. നിത്യ ഇപ്പോൾ ഹരിയോട് പറയുന്നു, ഇത് എൻ്റെ തീരുമാനമല്ല ഹരി, ഇതെൻ്റെ വിധിയാണ്. അത് മാത്രമല്ല, പെണ്ണുങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ട്, പിറക്കുമ്പോൾ തന്നെ നമ്മളൊരു ഭാരമാണെന്ന് സമൂഹം പറയും. ഞങ്ങൾ തുള്ളിക്കളിച്ച് നടക്കുന്ന പ്രായത്തിൽ ഞങ്ങൾ വളരുകയാണെന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും നമ്മളെ പേടിപ്പിക്കും. പെണ്ണിൻ്റെ പര്യായമാണ് വിധി. അവർക്കൊക്കെ ഒറ്റ വിചാരമേ ഉള്ളൂ, എങ്ങനെയോ ജീവിച്ചു എങ്ങനെയോ മരിക്കണം. ഞാനിപ്പോൾ അതിനോടാണ് പൊരുത്തപ്പെട്ടിരിക്കുന്നത്. എന്നെ ജീവിപ്പിക്കാൻ കുറച്ച് പേരുണ്ട്, അവരെ സന്തോഷിപ്പിക്കണം, അത്രയേ ഉള്ളൂ. എൻ്റെ ജീവിതം കൊണ്ട് അത്രയ്ക്ക് എനിക്ക് ചെയ്യാനുള്ളൂ എന്നൊക്കെ നിത്യ പറയുമ്പോൾ ഹരി പറയുന്നുണ്ട് ഒരു സോറി. ഹരി എന്തിനാണ് സോറി പറയുന്നത്? ആത്മാവിനെ തൊട്ടെറിഞ്ഞെഴുതുന്ന ആളല്ലേ, ചിലപ്പോൾ ഒരു കവിതയ്ക്ക് ഉപകരിക്കും എൻ്റെ സ്റ്റോറി. എവിടെ? അതിനുള്ള വിശേഷമില്ലല്ലോ അല്ലേ? ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ഹരിക്ക് വിഷമമായോ എന്ന് ചോദിക്കുമ്പോൾ ഹരി പറയുന്നു, ഇല്ലടോ, ഇപ്പോൾ ആരുടെ വിഷമവും എൻ്റെ മനസ്സിൽ തട്ടാറില്ല. തട്ടിയിട്ട് എന്തിനാ? പണ്ടൊരിക്കൽ ഞാനൊരു അമ്പലത്തിലെ ഉത്സവം കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. ഒരു ദൂരെയുള്ള ക്ഷേത്രമാണ്. എൻ്റെ നിർബന്ധ കാരണം അമ്മാവൻ എന്നെയും കൊണ്ടുപോയി. ബസ്സിലിരിക്കുമ്പോൾ ഞാൻ അവിടുത്തെ കാഴ്ചകൾ മനക്കൂട്ട കെട്ടുമായിരുന്നു. നിരയായി നിൽക്കുന്ന ആനകൾ, ഒരുപാട് മേളം, ആൾക്കൂട്ടം, കളിപ്പാട്ടം, ബലൂണ്. എന്നിട്ട് അവിടെ ചെന്നപ്പോൾ എന്താ പറ്റിയത് എന്നറിയാമോ? ഉത്സവം കഴിഞ്ഞു പോയി, അമ്മാവൻ്റെ ഡേറ്റ് മാറിപ്പോയതാണ്. ഒരുപാട് പ്രതീക്ഷകളുമായി അമ്പലപ്പറമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ എന്തൊക്കെയോ കിടപ്പുണ്ടായിരുന്നു. അന്ന് ഞാൻ കുറേ കരഞ്ഞു. കുറെ വലുതായപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ മനസ്സിലെ ഉത്സവം നമ്മുടെ മനസ്സിൽ മാത്രമാണെന്ന്. യാഥാർത്ഥ്യം കത്തിക്കരിഞ്ഞതാണ്. ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ഒരു ഓൾ ദി ബെസ്റ്റും നേർന്ന് ഹരി അവിടെ നിന്ന് പോകുന്നു. വരുമ്പോൾ ജ്യോതി ഇതെല്ലാം കേട്ടു നിൽക്കുന്നത് ഹരി കാണുന്നു. ജ്യോതി ഹരിയോട് ചോദിക്കുന്നു, ഹരിയേട്ടാ, ചേച്ചിയെ ഹരിയേട്ടന് ഇഷ്ടമാണോ എന്ന്. ഇഷ്ടമുണ്ടെങ്കിൽ അത് തുറന്ന് പറഞ്ഞുകൂടെ? എൻ്റെ ചേച്ചിയെ രക്ഷപ്പെടുത്തിക്കൂടെ? ഹരിയേട്ടനാണ് ചേച്ചിയെ വിവാഹം കഴിക്കുന്നതെങ്കിൽ എല്ലാവരും എത്ര സന്തോഷിക്കുമെന്നറിയാമോ എന്നൊക്കെ ജ്യോതി ചോദിക്കുമ്പോൾ ഹരിയേട്ടൻ ഒന്നും മിണ്ടാതെ പോകാൻ തുടങ്ങുന്നു. അതെ, ഇപ്പോഴും വൈകിട്ടൊന്നുമില്ല കേട്ടോ എന്നും ജ്യോതി പറയുമ്പോൾ ഹരി ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.